ഒരടിമയ്ക്ക് ഇത്ര ധിക്കാരമോ? യൂദായ വാഴുന്ന ആഹാബ് ചക്രവർത്തിയുടെ ഓമനപുത്രിയായ ഊർസല രാജകുമാരി എവിടെ? നിസ്സാരനായ നീ എവിടെ? മറ്റാരെയും നിനക്ക് പ്രേമിക്കാൻ കിട്ടിയില്ല? എവിടുന്ന് കിട്ടി നിനക്ക് ഈ ചങ്കൂറ്റം? രാജാവ് തിരുമനസിത് അറിഞ്ഞാൽ, രാജകോപം ഉയർന്നാൽ നിന്റെ ജീവനാണ് അപകടത്തിൽ. വിട്ടി, നീ അത് മനസ്സിലാക്കുന്നുണ്ടോ? നിർത്ത്. എന്താണ് ഒരടിമയ്ക്ക് ഇത്ര ധിക്കാരമോ? ആദ്യത്തെ ആ ഡയലോഗ് കഴിഞ്ഞുള്ളത് അങ്ങാട്ട് മാറ്റിയിട്ട് ഇന്നലെ അപ്പം പറഞ്ഞെന്നുണ്ടല്ലോ, അതൊന്ന് വായിച്ചേ. രാജാജ്ഞയെ ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ ഞാനൊരു വീക്ക് വെച്ചേരും. എടി, ഇന്നലെ കഞ്ഞു കുടിക്കാൻ നേരത്തെ അപ്പം പറഞ്ഞെന്ന ഡയലോഗ് നീ മറന്നാ? അതാണാ? അതിവിടുണ്ട്. പിന്നെ നീ തെറ്റി വായിച്ചടാ. കണ്ണും കാതും അങ്ങാട്ടും ഇങ്ങാട്ടും പോണത് എന്താന്ന് അത് അപ്പന് പിടിക്കേല കേട്ടാ. മോള് രണ്ടും കൂട്ടിയൊന്ന് വായിച്ചേ. ഒരടിമയ്ക്ക് ഇത്ര ധിക്കാരമോ? ഊർസുല രാജകുമാരിയെ തന്നെ വേണം നിനക്ക് പ്രേമിക്കാനില്ലേ? രാജകോപത്തിന്റെ ഫലം ജീവഹാനിയാണെന്ന് വിട്ടി നീ മനസ്സിലാക്കുന്നില്ല. കണ്ട ഇപ്പൊ ഒരു മുറുക്കം വന്നത് കണ്ട? അത് മതി. പോർഷൻ പഠിക്കുമ്പം തിരുത്തടക്കം പഠിക്കാൻ പറയണം എല്ലാരോടും, കേട്ടാ? എന്താ മരകുത്തി? അപ്പൊ ആശാനം നമ്മുടെ ഡയലോഗ് ചെയ്തവരെത്തി. അപ്പൊ നമുക്ക് റിഹേഴ്സൽ തുടങ്ങണ്ടേ? അയ്യോ, പിന്നെ വേണമല്ല അതിന്. അല്ല ആശാൻ, എന്റെ പോർഷൻ നേരത്തെ ഇട്ടിരുന്നു, മനസ്സിരുത്തി പഠിക്കായിരുന്നു. ഓ, എന്റെ പോർഷൻ തന്നെയാ നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. എന്ത് കടാപ്പുറത്ത് അങ്ങാടും ഇങ്ങാടും നടക്കണതേ. ഇത്തവണ ഡയലോഗുള്ള ആക്ട് തരാൻ ആശാൻ മുമ്പേ എനിക്ക് വാക്ക് പറഞ്ഞിട്ടുള്ള. ഒരു ഡയലോഗില്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ലല്ലോ. ഒറ്റ ഡയലോഗ്, ഒരു ഡയലോഗ് മാത്രം. എടാ, ഡയലോഗ് അല്ല അഭിനയം. എന്ത് ഡയലോഗ് പറഞ്ഞാലും മുഖത്ത് വരണതാണ് അഭിനയം. ഈ നവരസങ്ങളെന്ന് വല്ലതും നീ കേട്ടിട്ടുണ്ടാ? അത് വല്ലതും എന്റെ ഈ മുഖത്ത് വരുവാ? ഇല്ലല്ല. പിന്നെ എന്തോ പറഞ്ഞിട്ടെന്താ? അതിന് എനിക്ക് എന്റെ മുഖം മാറ്റാൻ പറ്റുമോ ആശാനെ? വേണ്ട, മുഖം ഇങ്ങനെ ഇരിക്കണതാണ് നല്ലത്. പോയ കാര്യം എന്തായി? ചാർലിയുടെ വിവരത്തിന് ഫോൺ ചെയ്ത് ചോദിച്ചാ? 2 പ്രാവശ്യം വിളിച്ചപ്പോഴും അവൻ അവിടെ ഇല്ല, പുറത്തേക്ക് ഇറങ്ങിയെന്ന്. ഓ, അപ്പൊ അവൻ ഇങ്ങാട്ട് പോകുന്നതായിരിക്കും. അല്ല, അവിടെ അടുത്തെങ്ങാട് പോയതാ. രാത്രിക്ക് മുമ്പ് തിരിച്ച് അവിടെ തന്നെ ചെല്ലുമെന്ന്. അവൻ ഇന്നലെയും വന്നില്ല, ഇന്നും വരാണ്ടിരുന്ന റിഹേഴ്സൽ മുടങ്ങിപ്പോവല്ല. നിനക്കവനെ പോയി കൈയോടെ വിളിച്ചോണ്ട് പോരുന്നുണ്ടായിരുന്നോന്ന്? ചോദിക്കാണ്ട് പോണെ എങ്ങനെയാണെന്ന്. ഓ, ചോദിക്കാണ്ടും പറയാണ്ടൊന്നും ചെയ്യാത്തൊരു മാന്യൻ. ഞാനൊരു കത്തേരാൻ കൊണ്ടുപോയി കൊടുക്കാം. കാതർ എന്ന് വിളിക്കുമ്പം തന്നെ പുറപ്പെട്ട ഇങ്ങെത്തുമ്പൻ രാത്രി വളരെ വഴുകും. 3 രംഗത്തിൽ അവനുള്ളതാണ്. അവനില്ലാണ്ട് തൊടാൻ പറ്റുകയില്ല. ആ 2ാമത്തെ രംഗത്തിൽ അവനില്ലല്ല, ഉണ്ടാ? അപ്പൊ അത് തുടങ്ങാം. ബെഞ്ച് ഇങ്ങോട്ട് പിടിച്ചു. ഇങ്ങോട്ട് തങ്കം മുന്നോട്ട് വന്ന് നീ പൊസിഷനി. ഇങ്ങോട്ട് പാപ്പി അങ്ങ ഒന്ന് വായിച്ചേ. അദ്ദേഹം വെറും ഒരു അടിമയായിരിക്കാം, ആരോരുമില്ലാത്തവനായിരിക്കാം. പക്ഷെ എന്റെ മനസ്സിൽ അദ്ദേഹം ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ്. എന്റെ മനസ്സിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ്. എന്റെ മനസ്സിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ്. ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു പോയി. ആരിനി എതിർത്താലും ആ സ്നേഹം തിരിച്ചെടുക്കാനുള്ള ശക്തി എനിക്കില്ല. അറിഞ്ഞുകൊണ്ട് ആശിക്കരുത് കുമാരി. അസാധ്യമായ ദുഃഖക്കടലിലേക്ക് എടുത്ത് ചാടരുത്. രാവിലെ ഉടുത്തേട്ടി ഇങ്ങോട്ട് പോരും. ആകെ 2 ഡയലോഗേ ഉള്ളു. അത് നേരെ പറയാമെങ്കിൽ ഇറങ്ങി പോയിടുന്നു. പറ. അസാധ്യമായത് ആശിക്കരുത് കുമാരി. അറിഞ്ഞുകൊണ്ട് ദുഃഖക്കടലിലേക്ക് എടുത്ത് ചാടരുത്. കുന്തം വിളികൾ നിൽക്കാണ്ട് കൂടെ പറയണം. മരങ്ങോടാ പറയാൻ. രാജ തിരുമനസ് അറിഞ്ഞാൽ അവിടത്തേക്ക് ഇത് സഹിക്കാനും പൊറുക്കാനും കഴിയുമോ കുമാരി? നന്നെ തല്ലി ഞാൻ മടുത്ത്. എവിടെ നോക്കിയാടാ ഡയലോഗ് പറയണേ? ആഡിയൻസിന് മുമ്പിലാ പുറകിലാ? രാജ തിരുമനസ് അറിഞ്ഞാൽ അവിടത്തേക്ക് ഇത് സഹിക്കാനും പൊറുക്കാനും കഴിയുമോ കുമാരി? കുമാരി, രാജാവ് തിരുമനസ് അറിഞ്ഞാൽ നിന്നെ കൊലത്തും. കണ്ടാലും മതി ഒരു രാജാവ്. അയ്യടാ, പോയി പണി വെക്കാന്നുള്ള നിന്റെ രാജാവിനോട്. ഒരു വക മറ്റേടത്ത പരിപാടിയായി പോകട്ടാ നീ കാണിച്ചത്. ഇത്ര നേരം പരവൂരെ ഷാപ്പിൽ പിടിച്ചിരുത്തി അന്തിക്കുമ്പോ എത്താവുന്നല്ല നീ പറഞ്ഞത്. ഇവിടെ ഒരു ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടിട്ടല്ല, ഇവന് വേണ്ടിയിട്ടാണ്. വായിട്ട് അലച്ചതും വലയ്ക്ക് വില പറഞ്ഞതും. എന്നിട്ട് വാക്ക് പറയേണ്ട നേരത്ത് ഇവൻ വരാണ്ട് ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിച്ച ആർക്കായാലും കലി കയറൂല്ലേ? അല്ല, ആശം തന്നെ പറ.
എന്റെ പൊന്നാൻഡോ നീ പോടാ അവിടുന്ന്. അവനവന്റെ കാര്യം നോക്കാനുള്ള അവൻ നിന്ന് തെറി കേക്കണ്. നാണം ഉണ്ടോടാ നിനക്ക്? ഇതുവല്ല നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യം മറ്റാണ്. ആചാന് പിന്നെ പണ്ടേ ഉള്ള കിറുക്കാണ്. കിറുക്ക് നിന്റെ തന്തയ്ക്ക്. തന്തയ്ക്ക് പറഞ്ഞോണ്ടല്ല, ഞാൻ പോലും കൊതിയെ വിളിക്കണതിന് മുമ്പ് അങ്ങേര് ചത്തുപോയതാണ്. എന്റെ മട്ടും മാതിരിയും മാറും. ഇറങ്ങി പോടാ ഇവിടുന്ന്. ഞാനിവനെ കൊണ്ടാ പോണുള്ളൂ. ആ അവയിപ്പം വരണില്ല, ഇവിടെ പണിയുണ്ട്. അത് ഇങ്ങനല്ല തീരുമാനിക്കണത്. ഇയാളെന്നെ ഇറക്കി വിടുവാ. എങ്കിലും അത് കണ്ടേച്ച് നീ കാര്യം. നീ വിടറാ. ഇവനിവിടെ നിന്ന് അലമ്പാക്കും. ഞാൻ ഇവനെ വിളിച്ചോണ്ട് പോകട്ടെ. ഇയാളെന്നെ എന്ത് ചെയ്യുന്നാ? പ്രായം ഞാൻ നോക്കാനാട്ടാ. നീ വിളിച്ചപ്പോ ഞാൻ ഇറങ്ങി വന്നില്ലടാ. നീ വാ. നീ വന്നത് ഇയാക്കട ഭാഗ്യം. ആൻഡോ നീ വാ. ആൻഡോ നാടകം കളിക്കാൻ ഇങ്ങോട്ട് വാ. ആന്റോട് കളിക്കാനുണ്ടല്ലോ. ആൻഡോ ഇത്തരം തെമ്മാടികളാ പാപ്പിയുടെ കൂട്ട്. അവനൊരു പോഴ. പക്ഷെ ആ മറ്റവനുണ്ടല്ല, ആൻഡോ, ആ വരുത്തൻ ഒരുത്തൻ കെട്ടവനാ. അവനിത് ആദ്യമായിട്ടല്ല ക്യാമ്പിൽ വന്ന് വഴക്കുണ്ടാക്കണത്. ഒരു ദിവസം അവൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. വാങ്ങിക്കാനും കൊടുക്കാനൊന്നും അപ്പം നിക്കണ്ട. ഈ വൃത്തിയായിട്ട ആൾക്കാരായിട്ടുള്ള സഹവാസം അതൊന്ന് നിർത്താവോ? ഇന്നലെ പോയം വെച്ച് ഇപ്പഴാണോ പറയണത്? എന്തായടാ? ചാർലെ ഇന്നലെ പിടികിട്ടിയില്ല. കണ്ടിട്ടേ പോരോന്ന് പറഞ്ഞ് ഞാൻ അവിടെ നീ ഇരുന്ന്. രാവിലെയാ കണ്ടത്. വിവരം പറഞ്ഞ് കത്തും കൊടുത്തു. പിടിച്ച പിടിയാലെ കൊണ്ടുവരാനല്ലേ നന്നെ അങ്ങാട്ട് അയച്ചത്? അപ്പൊ വന്നാലല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അയാള് വരുന്നില്ലാന്ന്. പെരുന്നാളിന് നാടകം കളിക്കണ്ടാണ് പറഞ്ഞിട്ടുള്ളതല്ലടാ. പിന്നെ ആരോട് ചോദിച്ചാ നാടകം കൊടുത്തെന്ന് പറഞ്ഞ ഒറ്റ ചാട്ടം കുട്ടിയാണ്. അയാളുണ്ടാവില്ല കേട്ടാ. മദ്രാസിൽ സിനിമേന്റെ ഏതാണ്ട് ഇടപാടുണ്ട് അത്രേ. മൂപ്പരി സിനിമയെ ചേർന്നാൽ നമുക്കൊക്കെ ഉപകാരമാണെന്നാ പറഞ്ഞു. ഈ വക എംബോക്കികളെ വെച്ചത് ചെയ്യരുതെന്ന് ഞാൻ എന്നോട് തന്നെ 100 വട്ടം പറഞ്ഞതാ. പക്ഷെ കേക്കുകയല്ല. 4 കായിന്റെ മുട്ട് വരുമ്പോ അത് മുടക്കാൻ വരുന്നത് നാറിയം പിടിച്ച് നടത്തിക്കേറ്റും. എന്നിട്ടിപ്പം എന്തേ കിടന്ന് അനുഭവിക്കാം. പെരുന്നാളിന് ഇനി ദിവസമില്ലല്ല. അപ്പൻ എന്നാ ചെയ്യും മോള്? കളിക്കാനാണില്ലാതെ നാടകം നടത്താൻ പറ്റുവാ? അപ്പൻ ചെന്ന് അച്ഛനോട് വിവരം പറയ്. ചാർലി ഇല്ലാത്തോണ്ട് നാടകം കളിക്കാൻ പറ്റില്ലാന്ന്. ഇപ്പോഴാകുമ്പോ നമുക്ക് ദിവസമുണ്ട്. പള്ളിക്കാര് വേറെ ഏതെങ്കിലും പരിപാടി ബുക്ക് ചെയ്തോളൂ. എന്നിട്ട് ഞാൻ ആണാണെന്നും പറഞ്ഞ് ഇവിടെ അങ്ങാട്ടും ഇങ്ങോട്ടും നടക്കാനാ? 9ാമത്തെ വയസ്സിൽ മുഖത്ത് ചായം തേച്ചത് പിന്നെ പെരുന്നാളിന് നാടകം മുടക്കിയിട്ടില്ല. അത് മുടക്കാൻ പറ്റുകയില്ലടി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആളിന് ആള് തന്നെ വേണ്ടേ? നാടകം മുടക്കാൻ പറ്റുകയില്ല. എങ്ങനെ കളിക്കുന്ന അപ്പനീ പറയണേ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ല. അവനാണ് കായ് മുടക്കണേന്ന് പറഞ്ഞ് ഞാൻ അവന്റെ കാലത്തിന് പിടിക്കണ. നമ്മൾ ഇവിടെ കിടന്ന് വീർപ്പ് പിടിച്ചാ നാടകം തട്ടേ കേറുവപ്പാ. പെരുന്നാക്കൂട്ടത്തിന്റെ മുന്നിൽ എന്നാ മോഹവുമായി നിൽക്കുമെന്ന് ഓർക്കുമ്പോഴാ